ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മോമോസിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വറ്റൽമുളക് ഞാനിവിടെ കുറച്ച് ചൂടുവെള്ളത്തിലാക്കി എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഈ വറ്റൽമുളക് കണ്ടില്ലേ, നല്ല പ്ലെയിൻ ആയിട്ടുള്ളത്, കുറച്ചിങ്ങനെ മൊരിഞ്ഞിരിക്കണ, അതായത് കുറച്ചിങ്ങനെ അങ്ങനെ ചുളുങ്ങിയ പോലെ ഇരിക്കണ വറ്റൽമുളകില്ലേ, അതിന് നല്ല എരിവ് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു വറ്റൽമുളക് കുറച്ച് എരിവ് കുറവായിരിക്കും. ആ ഒരു വറ്റൽമുളകിനെ ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിലായിട്ട് കുറച്ച് നേരം സോക്ക് ചെയ്യാനായിട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് മാവ് കുഴച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് മൈദയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മൈദ എടുക്കുക. ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലോട്ട് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ ഉപ്പിൻ്റെ ആവശ്യം അതിനനുസരിച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ലൈറ്റ് ചൂടുവെള്ളം, ഒരുപാട് ചൂടാവരുത്, അല്ലെങ്കിൽ നല്ല തണുത്തും പോകരുത്, ലൈറ്റ് നമുക്ക് ഒരു വാം വാട്ടർ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. നന്നായി കുഴച്ചെടുക്കണം, എന്നാൽ മാത്രമേ നമുക്കിത് പരത്തിയെടുക്കുമ്പോൾ നല്ല സ്മൂത്തായി കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിതിന് എടുക്കുന്ന മൈദ നല്ല മൈദ ആയിരിക്കണം കേട്ടോ. അതായത് ഒരുപാട് പഴക്കമൊന്നുമില്ലാത്ത പുതിയ മൈദ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. കാരണം നമ്മുടെ മോമോസ് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയും ആവണമെന്നുണ്ടെങ്കിൽ മൈദ പുതിയത് തന്നെ വേണം കേട്ടോ. കട്ട കുത്തിയ മൈദ അങ്ങനെയൊന്നും ഉപയോഗിക്കാതിരിക്കുക. ഇനിയിപ്പോൾ കുറച്ച് കട്ട കുത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ മൈദ ഉപയോഗിക്കാം കേട്ടോ. ഇപ്പം ഞാനിതിലോട്ട് കുറച്ച് എണ്ണ തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണ ഞാൻ എടുത്തിട്ടുള്ളത് തവിടെണ്ണയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും, ചില ആൾക്കാർക്ക് ഈ തവിടെണ്ണേൻ്റെ സ്മെല്ല് പറ്റില്ല. പക്ഷെ ഞാനിവിടെ സ്ഥിരമായിട്ട് തവിടെണ്ണയും വെളിച്ചെണ്ണയും മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കുഴപ്പമില്ല. അല്ലാത്തവർക്ക് ഏത് റിഫൈൻഡ് ഓയിലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഏതെങ്കിലും സൺഫ്ലവർ ഓയിലോ അങ്ങനെ ഏതെങ്കിലും ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിനൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് ഞാനിവിടെ ഒരു 100 ഗ്രാം ചിക്കൻ എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു അരപ്പിനെ നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി, അത് ഒരെണ്ണം വലുതെടുക്കുക കേട്ടോ. വലിയ ഉള്ളി, അതുപോലെ തന്നെ 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, ഇതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിതിലോട്ട് എക്സ്ട്രാ സോസുകളോ അല്ലെങ്കിൽ സോയാ സോസ് പോലുള്ള ഒന്നും തന്നെ ആഡ് ചെയ്യാറില്ല കേട്ടോ. എൻ്റെ മക്കൾക്ക് ഇങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് സോയാ സോസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാക്കും. പക്ഷേ ഇങ്ങനെയും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇതാകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇത്രയും കൂടി ഇഷ്ടമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഈ 2 ടൈപ്പ് ഉണ്ടാക്കിയതിലും എനിക്ക് ഇത്രയും കൂടി ടേസ്റ്റ്, നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് തോന്നുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചെയ്ത് നോക്കിയാൽ മതിയാവും. ഇത് എൻ്റെ ഒരു സ്റ്റൈലാണ് കേട്ടോ. അതുപോലെ തന്നെ കുഴച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് എത്രയാണോ ഉപ്പ് ആവശ്യം അതിനനുസരിച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് നമ്മളിതിനെ ഒന്ന് മാറ്റി വെക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പരത്തി എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഈസി ആയിരിക്കും കേട്ടോ. ഇനി ഞാൻ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മൈദ മാവിന് ഇതേപോലെ 3 ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ജസ്റ്റ് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ കൗണ്ടർ ടോപ്പെല്ലാം നല്ല തുടച്ച് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് കുറച്ച് മൈദ തൂവി കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി എങ്ങനെയാണോ പരത്തുന്നത് അതുപോലെ തന്നെ ഇതിനെ ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് കട്ടി കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ മോമോസിൻ്റെ ടേസ്റ്റ് കുറച്ച് കുറവായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയണത്, നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കുക കേട്ടോ. ഈ പരത്തിയെടുക്കുമ്പോൾ അത്യാവശ്യം പൊടി ഇട്ട് കൊടുത്ത് തന്നെ പരത്തിയെടുക്കുക. എന്നാൽ മാത്രമാണ് കേട്ടോ നമുക്ക് നല്ല ഈസി ആയിട്ട് പരത്തിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ താഴത്ത് ഒട്ടിപ്പിടിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ് കേട്ടോ. അതുപോലെ തന്നെ പരത്തുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് പരത്തി കൊടുത്താൽ മതിയാകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരിയും കൂടി ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ കഴിയും. ഇപ്പോൾ ഞാനിതാ സാധാരണ ഒരു കുഴൽ വെച്ചിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്നത് പോലെ കുറച്ച് വലുതായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മോമോസിൻ്റെ ഷേപ്പിലായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗ്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ കട്ടറോ അങ്ങനെ, അതായത് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യാൻ പറ്റുന്ന കട്ടർ, അപ്പോൾ കുക്കി കട്ടറൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ കട്ടർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതിയാകും. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ്സാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലാസ് എടുത്തിട്ട് നമുക്കിത് ഇതുപോലെ റൗണ്ടിൽ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ മുഴുവൻ കട്ട് ചെയ്ത് വരില്ല. അപ്പോൾ അതിനനുസരിച്ച് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ.
പിന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന റിമൈനിങ് മാവും നമുക്കൊന്നുകൂടി കുഴച്ചിട്ട് അതുപോലെ തന്നെ പരത്തി വീണ്ടും അതിനെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ലാസ്റ്റ് വരുന്ന ഒരു ചെറിയൊരു പീസ് ഉണ്ടാവും, അതിന് ജസ്റ്റ് നമുക്ക് ഒരു റൗണ്ട് ഷേപ്പിൽ ഒന്ന് പരത്തിയെടുത്താൽ മതിയാവും. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുമ്പോൾ കിട്ടുന്ന ആ ഒരു ചെറിയൊരു ചപ്പാത്തി ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് പരത്തിയെടുത്താൽ മതിയാവും. ഇതുപോലെ ഞാനിവിടെ പരത്തി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൊമോസ് എങ്ങനെയാണ് ആ ഒരു ഷേപ്പ് ആക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിന് മുകളിലായിട്ട് കറക്റ്റ് സെൻട്രലായിട്ട് നമ്മുടെ ചിക്കൻ ബോൾ വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ സാരിയൊക്കെ ഞൊറിയെടുക്കുന്നത് പോലെ തന്നെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ പതുക്കെ ഞൊറിയെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ഈസി ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും പതുക്കെ ചെയ്ത് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഞാൻ കുറേ ആയിട്ട് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇത്രയും കൂടി ഈസിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി ഇതിനെ ഒരുമിച്ച് ഒരു സൈഡിലോട്ടൊന്നിങ്ങനെ തിരിച്ചു കൊടുക്കുക. അങ്ങനെ ഞാനിവിടെ എല്ലാ മോമോസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സ്റ്റീം ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഇഡ്ഡലി പാത്രമോ അല്ലെങ്കിൽ ഒരു സ്റ്റീമറോ എന്തെങ്കിലുമൊക്കെ എടുത്ത് നന്നായിട്ട് വെള്ളം ചൂടായതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ആവി കയറ്റാൻ പാടുള്ളൂ കേട്ടോ. പച്ചവെള്ളം ഇരിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരിക്കലും മോമോസ് വെച്ച് കൊടുക്കരുത്. ഈ ഒരു ചൂട് കയറിയതിന് ശേഷം മാത്രം നമ്മുടെ മോമോസ് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മോമോസ് കുറച്ച് കട്ടിയായി പോകും. അപ്പോൾ നമ്മൾ ഈ ഒരു ചൂട് വരുന്ന ഒരു സമയത്ത് തന്നെ മോമോസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഒരു 10 മിനിറ്റോളം, ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല, ഒരു 10 മിനിറ്റ് നമുക്കിതിനൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായി വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്കും തന്നെ നമ്മുടെ മോമോസ് നന്നായിട്ട് പാകത്തിന് വെന്തിട്ടുണ്ടാവും. എങ്കിൽ പിന്നെ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മൊമോസിന് മുക്കി കഴിക്കാനുള്ള ചട്നിയും കൂടി റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 വലിയ തക്കാളിയാണ്, അതുപോലെ തന്നെ 2 അല്ലി ഗാർലിക്. ഈ ഒരു ഗാർലിക് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ഈ ഒരു ഫ്ലേവർ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം 2 എണ്ണം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുറവ് 1 എണ്ണം ഇട്ട് കൊടുത്താലും മതിയാവും. പിന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ വറ്റൽമുളകും പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കുക. ഇപ്പം നമ്മുടെ മോമോസ് ഇവിടെ കറക്റ്റ് പാകമായിട്ടുണ്ട് കേട്ടോ, കറക്റ്റ് വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നല്ല ചൂടോടുക്കനെ തന്നെ കഴിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ നമുക്കൊരു 2 മിനിറ്റോളമെങ്കിലും നമുക്കതിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഒരുപാട് ചൂടോടുക്കനെ നമുക്ക് കഴിക്കാനായിട്ട് കഴിയില്ലല്ലോ. അപ്പോൾ 2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ചമ്മന്തി മുക്കിയിട്ട്, അതായത് നമ്മൾ മോമോസിൻ്റെ ചട്നിയും കൂടി മുക്കിയിട്ട് നമ്മുടെ മോമോസ് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു മോമോസിൻ്റെ അകത്ത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നമ്മുടെ ചിക്കനെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാകുന്നവരെയാണ് കേട്ടോ നമ്മൾ വേവിക്കേണ്ട ആവശ്യമുള്ളൂ. ഒരുപാട് വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിക്കൻ്റെ അകത്ത് ജ്യൂസൊക്കെ അങ്ങോട്ട് പോയിട്ട് നല്ല ഡ്രൈ ആയി പോകും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് എല്ലാം തന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഇനിയും പുതിയ വീഡിയോസുമായി വരുന്നതായിരിക്കും. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.